നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 ഏപ്രിൽ മാസം 11-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 28-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 21-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം തിരുവനന്തപുരം സമയപ്രകാരം പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ 6:18 വെള്ളിയാഴ്ച രാവിലെ 6:18 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് ഉദിച്ചുയരുന്നത്. തുടർന്ന് സൂര്യദേവൻ ചതുർദശി തിഥിയിൽ കൂടിയാണ് ഈ യാത്ര ചെയ്യുക. തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ നിന്നും തെക്കുവശം വഴി പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര തുടരുന്നത് ചതുർദശി തിഥിയിൽ കൂടിയാണ്. വൈകുന്നേരം 6:28 ചതുർദശി തിഥിയിൽ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യദേവൻ അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ നിലാവുള്ള ഒരു രാത്രിയുമായിട്ട് കടന്നു വരുന്നു. ഇതാണ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത. വെള്ളിയാഴ്ച ദിവസം അങ്ങനെ ഒരു പകലും രാത്രിയുമായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നു. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:18 തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യദേവൻ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:12 വരെ ഉണ്ടായിരിക്കും. ഈ ഉത്തര നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:26 ഉത്തര നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:12 അപ്പോൾ ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ ഉത്തര നക്ഷത്ര ജാതകരാണ്. ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ കന്നിക്കുറിലുമാണ്. അപ്പോൾ അതൊക്കെ ഇന്നലത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. ഏതായാലും ഉത്തര നക്ഷത്രം വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:12 വരെ ഒരു പകലിൻ്റെ 3/4 ഭാഗവും 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത് കൊണ്ട് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ വീണ്ടും പറഞ്ഞു തരാം. അപ്പോൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഉത്രം നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:12 വരെ വന്നു ചേരുന്ന നാളുകാർ പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക മകം, പൂയം, തിരുവാതിര എന്നീ 3 നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:12 വരെയാണല്ലോ ഉത്തര നക്ഷത്രം ഉള്ളത്. അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ, നമ്മൾ പിന്നെയും ജീവിതം തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ പിന്നെ നക്ഷത്രം നമുക്ക് വന്നു ചേരുന്ന നക്ഷത്രം അത്ത നക്ഷത്രമാണ്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:12 മുതൽ അത്ത നക്ഷത്ര പ്രകാരമുള്ള അനുഭവമാണ് അടുത്ത ദിവസം സൂര്യോദയം വരെയും നമുക്ക് അനുഭവപ്പെടുക. സൂര്യോദയം കഴിഞ്ഞും അത്ത നക്ഷത്ര പ്രകാരമാണ് എങ്കിലും ഒരു പരിധി വെച്ച് പറയുമ്പോൾ സൂര്യോദയം അടുത്ത സമയം വെള്ളിയാഴ്ച ദിവസം സൂര്യോദയം വരെയും ഉത്രം നക്ഷത്രമല്ല അത്ത നക്ഷത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:12 മുതൽ ശനിയാഴ്ച രാവിലെ സൂര്യോദയം വരെയും അത്ത നക്ഷത്രം നമ്മളെ സ്വാധീനിക്കുന്നു. അതുപ്രകാരം നമുക്ക് അത്ത നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായ കാര്യങ്ങൾ ചിന്തിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം ഇത്രയും നാളുകാർക്ക് അത്ത നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 3:12 മുതൽ ശനിയാഴ്ച സൂര്യോദയ സമയം വരെയും അനുകൂലമായ അനുഭവങ്ങളെ കൊടുക്കുന്നു. ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം ഇത്രയും നാളുകാർക്കാണ് അത്ത നക്ഷത്രപ്രകാരമുള്ള അനുകൂലമായ അനുഭവങ്ങൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:12 മുതൽ ശനിയാഴ്ച പുലർച്ചെ സൂര്യോദയം വരെയും അനുഭവപ്പെടുക എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ അത്ത നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? മൂലം, പൂരം, ആയില്യം, പുണർദം ഈ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ കണക്കൂട്ടിയിരിക്കുന്ന ഒരു കാര്യത്തിലല്ലായിരിക്കും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യങ്ങളിലല്ലായിരിക്കും ചിലപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വരിക. അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളുടെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു. എത്ര പ്രഗത്ഭനാകട്ടെ, എത്ര പ്രശസ്തി ഉള്ള ആളാകട്ടെ, അല്ലെങ്കിൽ എത്ര ബുദ്ധിപരമായിട്ടുള്ള വിജയം കൈവരിച്ച ആളാകട്ടെ, അവർക്കും പരാജയം സംഭവിക്കും. അവർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ അവർക്കും വന്നു ചേരും. എല്ലാവർക്കും വന്നു ചേരും. സാധാരണക്കാർക്കും വന്നു ചേരും, ഉന്നത അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും വന്നു ചേരും. എല്ലാവർക്കും പ്രതികൂലമായ അനുഭവങ്ങൾ, ബുദ്ധിപരമായിട്ടുള്ള പരാജയം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രതികൂലമായ നക്ഷത്ര ദിവസങ്ങളിലാണ് ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം. അപ്പോൾ സൂക്ഷിക്കുക. ഏതൊക്കെ നാളുകാരാണ് സൂക്ഷിക്കേണ്ടത്? മൂലം, പൂരം, ആയില്യം, പുണർദം എന്നീ നാളുകാർ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ള അറിവോടുകൂടി ജീവിക്കുക, സൂക്ഷിക്കുക, പ്രതിസന്ധിയിൽ അകപ്പെടാതെ ജീവിക്കുക.
ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ശനിയാഴ്ച പുലർച്ചെ സൂര്യോദയം വരെ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ പറയുന്ന കാര്യം എൻ്റേതായിട്ടുള്ളൊരു റിക്വസ്റ്റാണ്. എൻ്റേതായിട്ടുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ചെറിയൊരു റിക്വസ്റ്റാണ്, അല്പനേരത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും പറയുന്ന കാര്യം, വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണം. കാരണം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശുഭകാര്യം നോക്കി അങ്ങ് ചെയ്യുക. അതിനകത്ത് ഉപേക്ഷ വിചാരിക്കരുത്. അപ്പോൾ ഉപേക്ഷ വിചാരിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. വെള്ളിയാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം. രാവിലെ 6:18 മുതൽ 7:48 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:18 മുതൽ 10:48 വരെയുള്ള സമയം ശുഭസമയമാണ്. ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്ത സമയം 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:48 വരെ ഉള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 3:18 മുതൽ 5:18 വരെ ഉള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും. നമ്മളുടെ ജീവിതം വിജയിക്കണം, പരാജയപ്പെട്ടു പോകരുത്. വിജയമാണ് നമുക്ക് ആവശ്യം, പരാജയമല്ല ആവശ്യം. അതുകൊണ്ട് ഈ സമയം ഒക്കെ നോക്കി തന്നെ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണ്. തീയതി 11 ഒറ്റ കേൾക്കുമ്പോൾ 2 വരും. ഏതൊരു മാസത്തെ 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ അനുഭവങ്ങൾ അവരെ തെളിവരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനി വെള്ളിയാഴ്ച ദിവസം ധനനേട്ടമുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 3:12 മുതൽ അത്ത നക്ഷത്രമാണ്. അപ്പോൾ അതിനു മുമ്പും നമുക്കറിയണമല്ലോ, ഇന്നലത്തെ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, വീണ്ടും അത് പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷനായി പോകരുത്. അതായത് പൂരം, കേട്ട, ചോതി, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം എന്നീ നാളുകാർക്ക് വെള്ളിയാഴ്ച ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ഉത്രം നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:12 വരെ ഈ നാളുകാർക്ക് പൂരം, കേട്ട, ചോതി, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം എന്നീ നാളുകാർക്ക് ധനപരമായ നേട്ടം ഉണ്ടാകും. ധനപരമായ കാര്യങ്ങൾ ഈ നാളുകാർ ചെയ്താൽ തീർച്ചയായിട്ടും വിജയിക്കും. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:12 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ അത്ത നക്ഷത്രമാണ് വരിക. അത്ത നക്ഷത്രപ്രകാരം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3:12 വരെ ഉത്ര നക്ഷത്രമാണ്. പിന്നീട് അത്ത നക്ഷത്രം വന്നു ചേരുമ്പോൾ അത്ത നക്ഷത്ര സമയത്ത് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം. ഉത്രം, മൂലം, വിശാഖം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്തരം 1/4 നാളുകാർക്ക് പ്രതീക്ഷിക്കാം. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, 1/4, അനിഴം, കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് ചന്ദ്രനാണ് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഗുണകരമല്ല. മകരക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിലും ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ബുധൻ നീചനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് മകരക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിന്തിക്കുന്ന വിഷയം, വെള്ളിയാഴ്ച ദിവസം മറ്റ് നേട്ടങ്ങൾ. ചന്ദ്രൻ, വെളുത്തപക്ഷ ചന്ദ്രൻ, ബലമുള്ള ചന്ദ്രൻ കന്നിരാശിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായി ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുമ്പോഴുമൊക്കെ ഏതൊക്കെ നാളുകാർക്കാണ് വെള്ളിയാഴ്ച ദിവസം നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. മേടക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകും. അതൊരു നേട്ടമാണ്. പക്ഷെങ്കിൽ ബന്ധുക്കൾ
അവരുമായിട്ട് ഒത്തുചേർന്ന് പോകത്തില്ല. ബന്ധുക്കൾ മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ ഇടയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ദാമ്പത്യ ജീവിതം നല്ല നിലയിൽ പോകുന്നൊരു സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാകണമെന്നില്ല. ചിലർക്കൊക്കെ തൊഴിൽ മേഖല സ്തംഭനാവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പെൺമക്കൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പക്ഷെങ്കിൽ ഭാഗ്യം കൊണ്ട് പെൺമക്കൾക്ക് ഒന്നും നേടാൻ തക്ക അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കർക്കിടകക്കൂറുകാർക്ക് ഭാര്യയും ഭർത്താവും അകന്നു കഴിയുന്നൊരു സാധ്യതയാണെങ്കിലും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ വളരെ നല്ല നിലയിൽ അവരോട് പെരുമാറേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ പോലും അതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ശത്രുത മൂലം തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുമാത്രമല്ല അവർക്ക് മറ്റു പല പ്രതിസന്ധികളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ദിവസം ശാരീരികവും മാനസികവുമായിട്ടുള്ള സ്ഥിതിക്കൊക്കെ ആരോഗ്യസ്ഥിതിക്കൊക്കെ ഒരു മെച്ചപ്പെട്ട അനുഭവം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടുള്ളൊരു വിടുതലൊന്നും അല്ലെങ്കിൽ സൗഖ്യമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ശത്രുഗ്രഹങ്ങളൊക്കെ വീക്ഷിക്കുന്നതുകൊണ്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് താനും. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതം വിജയമാണെങ്കിലും രോഗം, ശത്രുത, കടബാധകളാലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഭാരപ്പെട്ട് കഴിയുവാൻ സാധ്യതയുണ്ട്. അത് ചിലർക്കൊക്കെ വളരെ രൂക്ഷമായി ഇതൊക്കെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചുള്ള ഇതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ, രോഗം, ശത്രുത, കടബാധകളുള്ള പ്രശ്നങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സമ്മിശ്രമായ രീതിയിൽ വന്നു ചേരാൻ ഇടയുണ്ട്. ഒരു രാശിയിൽ എത്ര ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്? മീനൻ രാശിയിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 7ാം ഭാവത്തിൽ എത്ര ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്? അപ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ കലഹിച്ച് ഒരു ഗ്രഹത്തിൻ്റെ ശക്തിയെ മറ്റൊരു ഗ്രഹം ഇല്ലാതാക്കുമ്പോൾ ചിലർക്ക് നേട്ടം വരാം, ചിലർക്ക് കോട്ടം വരാം. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ടവർക്ക് സ്ത്രീകൾ മുഖേന അപമാനവും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ധനത്തിൻ്റെ അമിതമായ ചിലവുകളൊക്കെ ഉണ്ടായാൽ പോലും ധനനേട്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. തൊഴിൽ മുഖേനയുള്ള ധനനേട്ടം അവർക്കുണ്ടാകുന്ന ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വളരെ ചുരുക്കം പേർക്കേ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പക്ഷെങ്കിൽ ചിലർ ഇതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ധനുക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവരുടെ കയ്യെത്താ ദൂരത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നേട്ടമെന്ന് പറയാൻ അവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് അവർക്ക് അനുകൂലമായി നിൽക്കുന്നത്. പക്ഷേ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അതൊക്കെ തടസ്സപ്പെട്ടോ ഏതെങ്കിലും വിധത്തിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒക്കെ അത് തൊഴിൽ തടസ്സം നേരിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനും സാധ്യത കാണുന്നുണ്ട്. അവർക്ക് 4-ൽ ശനിയാണ്. 4-ലെ ശനി 10-ൽ നിൽക്കുന്ന ചന്ദ്രനെ വീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ബലമുള്ളത് ചന്ദ്രനായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ജനിച്ച സമയത്ത് നേരെ മറിച്ചാണെങ്കിൽ ശനിക്ക് ബലവും ചന്ദ്രന് ബലമില്ലാത്ത ഒരവസ്ഥയിലാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള ദോഷമുണ്ടാകും. അവർക്ക് കണ്ടകശനി ശരിക്കും അനുഭവത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ കന്നിക്കൂറുകാർക്കും കണ്ടകശനിയുടെ സമയമാണ്. അപവാദം, മറ്റുള്ളവരുടെ നിന്ന, പരിഹാസം, മനോദുഃഖം ഒക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് കന്നിക്കൂറുകാർക്ക് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ധനുക്കൂറുകാർക്കും 4-ൽ ശനി, അത് കണ്ടകശനിയാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കണം. മകരക്കൂറുകാരെ സംബന്ധിച്ച് മകരക്കൂറുകാർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അവർ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് ഒട്ടുമിക്ക ആൾക്കാരും വട്ടം കറങ്ങിയ ദിവസമാണ്. ആരോഗ്യ പ്രശ്നങ്ങളാൽ കൂടുതൽ ആൾക്കാരും വട്ടം കറങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ അഷ്ടമത്തിൽ കൂടി ചന്ദ്രൻ പോയി. ആ സമയത്ത് ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ എത്ര ഗ്രഹങ്ങളാണ് നിന്നിരുന്നത്? ചന്ദ്രൻ്റെ അഷ്ടമത്തിൽ സൂര്യനുണ്ട്, ശുക്രനുണ്ട്, ബുധനുണ്ട്, രാഹുവുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രഹങ്ങൾ നിന്നപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും രോഗത്താലുള്ള പ്രതിസന്ധി, ഏതെങ്കിലും വിധത്തിലുള്ള രോഗത്താലുള്ള പ്രതിസന്ധികളൊക്കെ അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ചന്ദ്രൻ അഷ്ടമ രാശിയിൽ നിന്ന് മാറിയത് കൊണ്ട് അതിൻ്റെ ഒരു മാറ്റം ഇനിയിപ്പോൾ അവർക്ക് അനുഭവപ്പെടും. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്ക് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതൊരു വിഷയമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം.
പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. മീനക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉൾപ്പെടെ ഒരുപാട് നേട്ടങ്ങൾ, പുത്രഗുണം ഉൾപ്പെടെ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വിജയം കൈവരിക്കാവുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഈ മീനക്കുറുകാർക്ക് വന്നിരുന്ന ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.